Hello students, welcome back to my channel NCERT Malayalam. In today's class, we will be discussing on class 10 NCERT Civics chapter 7 Outcomes of Democracy. So the chapter name is Outcomes of Democracy, okay? So democracy എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡെമോക്രസി എന്ന് പറയുമ്പോൾ പീപ്പിൾസ് എല്ലാവരും കൂടെ ഒരു മെമ്പറിനെ ഇലക്ട് ചെയ്യുന്നു. ആ മെമ്പറായിരിക്കും പിന്നീട് അങ്ങോട്ട് ഭരണം നടത്തുക, ഓക്കെ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും കാലമായിട്ട് വർഷങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഡിസ്കഷനൊക്കെ എൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി എന്ന ചാപ്റ്ററിലൂടെ. ദിസ് ഈസ് എ ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് യുവർ ലെസൺ ഓർ ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക്, ഓക്കെ? എന്താണ് ഡെമോക്രസി നടത്തുന്നത്, എന്തൊക്കെയാണ് ഡെമോക്രസിയുടെ എക്സ്പെക്റ്റേഷൻസ്, എന്തൊക്കെയാണ് ഡെമോക്രസി നമ്മുടെ ഔട്ട്കംസ്, എന്തൊക്കെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഒരുപാട് വേരിയസ് ആസ്പെക്റ്റുകളിൽ ഡിസ്കസ് ചെയ്യണം. അതായത് ഈക്വാലിറ്റി നോക്കണം, ക്വാളിറ്റി ഓഫ് ഗവൺമെൻറ് നോക്കണം, എങ്ങനെയായിരിക്കും അതിൻ്റെ എക്കണോമിക് വെൽബീങ് നോക്കണം, ഇനീക്വാലിറ്റി നോക്കണം, സോഷ്യൽ ഡിഫറൻസസ്, കോൺഫ്ലിക്ട്സ്, അതുപോലെ തന്നെ ഫ്രീഡം, ഡിഗ്നിറ്റി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡെമോക്രസിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. Our final verdict, that is a positive but qualified, leads to think about the challenges to democracy in the next and the final chapter. Okay, so that's all about the overview. Then how do we access ഡെമോക്രസീസ് ഔട്ട്കംസ്? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡെമോക്രസിയുടെ ഔട്ട്കം ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുക? ഓക്കെ, അപ്പോൾ ഔട്ട്കം എന്ന് പറയുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ്, അതായത് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിനാണ് നമ്മൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 9 അതായത് മാഡം ലിങ്ഡോ ക്ലാസ്സിൽ ആർഗ്യൂ ചെയ്തു ഡെമോക്രസീനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ സ്റ്റുഡൻസൊക്കെ എങ്ങനെയാണ് ആർഗ്യൂ ചെയ്തതെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ചാപ്റ്റർ 2 ക്ലാസ് 9 NCERT. ഓക്കെ, അവിടെ എന്ന് വെച്ചാൽ ഡെമോക്രസി ആണ് ബെറ്റർ, മറ്റേ വേറെ ഏത് റൂളിനെക്കാളും ബെറ്റർ ഡെമോക്രസി ആണെന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡെമോക്രസി ഈസ് ബെറ്റർ ഫോം ഓഫ് ഗവൺമെൻറ് when compared with dictatorship or any other alternatives. ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് വെച്ചാൽ റൂൾ തന്നെയാണ്, റൂൾ ഓഫ് ഫോം ഓഫ് ഗവൺമെൻറ് തന്നെയാണ്, പക്ഷേ ആരെങ്കിലുമൊക്കെ ഭരിക്കുന്നത്, ചിലപ്പോൾ സോൾജേഴ്സ് ആവാം, ചിലപ്പോൾ അവിടുത്തെ കിങ് ആവാം, അല്ലെങ്കിൽ അവിടുത്തെ വലിയ വലിയ പ്രമുഖരാവാം. ഓക്കെ, അതിനെയാണ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊണാർക്കി എന്നൊക്കെ മുന്നത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊണാർക്കി എന്ന് പറയുമ്പോൾ എന്താണ്? രാജഭരണമാണ്. അപ്പോൾ രാജഭരണവും ഇതും തമ്മിൽ ഒക്കെ എല്ലാം ഡിക്റ്റേറ്റർഷിപ്പാണ്. ഡെമോക്രസി കുറച്ചും കൂടെ ബെറ്റർ ഫോമാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഡെമോക്രസി ബെറ്റർ ആവുന്നതെന്നൊക്കെയാണ് ഈ ഹൈലൈറ്റ് ചെയ്ത പോർഷനിൽ നമുക്ക് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഇറ്റ് പ്രൊമോട്ട്സ് ഇക്വാലിറ്റി എമംഗ് സിറ്റിസൻസ്. സിറ്റിസൻസിനിടയിൽ ഇക്വാലിറ്റി, അതായത് ഏകത്വം, അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ഇറ്റ് എൻഹാൻസസ് ദ ഡിഗ്നിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഓരോ ഇൻഡിവിജ്വലും ഓരോ ഡിഗ്നിറ്റി ഉണ്ടല്ലോ. അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്. ആ ഡിഗ്നിറ്റിയൊക്കെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? ഡെമോക്രസി സഹായിക്കുന്നു. ഓക്കെ, ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നു. പ്രൊവൈഡ്സ് എ മെത്തേഡ് ടു റിസോൾവ് ദ കോൺഫ്ലിക്ട്സ്. അതായത് ഓരോ കോൺഫ്ലിക്റ്റുകളൊക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസും കാര്യങ്ങളും, എന്തെങ്കിലുമൊക്കെ ഡിഫറൻസസ്, ഡിലേമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഡെമോക്രസി എന്ത് ചെയ്യും? അതൊക്കെ സോൾവ് ചെയ്യും. അലൗസ് റൂം ടു കറക്റ്റ് മിസ്റ്റേക്സ്. അപ്പോൾ ഒരു മിസ്റ്റേക്സ് ഒക്കെ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിങ്സോ, അതാണ് അലൗ റൂംസ് ടു കറക്റ്റ് മിസ്റ്റേക്സ്, അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ സജ്ജനമായി കൊടുക്കും. ഓക്കെ, ആർ ദീസ് എക്സ്പെക്റ്റേഷൻസ് റിയലൈസ്ഡ് അണ്ടർ ഡെമോക്രസീസ്? അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ശരിക്കും റിയലൈസ്ഡ് ആണോ ഡെമോക്രസിയുടെ ഇടയ്ക്ക്? വെൻ വി ടോക്ക് ടു പീപ്പിൾ അറൗണ്ട് ആസ് മോസ്റ്റ് ഓഫ് ദം സപ്പോർട്ട് ഡെമോക്രസി. അപ്പോൾ ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഡെമോക്രസിനെ സപ്പോർട്ട് ചെയ്യും. ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഡെമോക്രസിനെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഡിലേമയാണല്ലേ. സോ വി ഫേസ് എ ഡിലേമ. ഓക്കെ, ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ സോ വി ഫേസ് എ ഡിലേമ. ദാറ്റ് ഈസ് ഡെമോക്രസി ഈസ് സീൻ ടു ബി ഗുഡ് ഇൻ പ്രിൻസിപ്പിൾ ബട്ട് ഫെൽറ്റ് ടു ബി നോട്ട് സോ ഗുഡ് ഇൻ ഇറ്റ്സ് പ്രാക്ടീസ്. സോ പ്രിൻസിപ്പിളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സംഭവം സെറ്റാണ്. കാരണം എന്ത് ചെയ്തു? പീപ്പിൾ എലക്ട് ചെയ്യുന്നു, ആ എലക്ട് ചെയ്ത മെമ്പർ റൂൾ ചെയ്യുന്നു. ഓക്കെ, പക്ഷേ എന്താണ് പ്രാക്ടീസിൽ ഇത് അത്ര അങ്ങോട്ട് ഗുഡ് അല്ല എന്നാണ്, അല്ലേ? ദിസ് ഡിലേമ ഇൻവൈറ്റ്സ് അസ് ടു തിങ്ക് ഹാർഡ് അബൌട്ട് ദ ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി. ഈ ഒരു ഡിലേമ കാരണമാണ് നമുക്ക് എന്തൊക്കെയാണ് ഈ ഔട്ട്കംസ്, ഡെമോക്രസിയുടെ ഔട്ട്കംസ് എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു പ്രൊമോഷൻ തരുന്നത്. ഓക്കെ, ഡു വി പ്രിഫർ ഡെമോക്രസി ഓൺലി ഫോർ മോറൽ റീസൺസ് ഓർ ദേർ ആർ സം prudential reasons to support democracy too? അത് നമ്മളൊരു മോറൽ റീസൺ കാരണം മാത്രമാണോ ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്യുന്നത്, അതോ വേറെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. ഓക്കെ,
അപ്പോൾ over 100 countries of the world today claim and practice some kind of democratic policies. അപ്പോൾ ഒരുപാട് കൺട്രീസൊക്കെ എന്തുണ്ട് ഡെമോക്രാറ്റിക് പോളിസീസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർക്ക് ഫോർമലായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും. നമുക്കുണ്ടല്ലോ അല്ലേ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ എഴുതിയുണ്ടാക്കിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ലോസും ഒക്കെ ഒരുപാടുണ്ടല്ലോ അല്ലേ. അങ്ങനെ പിന്നെ ദേ ഹോൾഡ് ഇലക്ഷൻസ്, ചിലർ ഇലക്ഷൻസ് നടത്തും. അവർക്ക് പാർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സിറ്റിസൻസിന് ഓരോ റൈറ്റ്സ് ഒക്കെ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ while these features are common to most of them, these democracies are very much different. ഓക്കെ, മിക്കവാറും എല്ലാത്തിലും കോമൺ ആയിരിക്കും ഒരുപാട് ഫീച്ചേഴ്സൊക്കെ. കോൺസ്റ്റിറ്റ്യൂഷനും ഇലക്ഷനും പാർട്ടീസും ഓരോ റൈറ്റ്സും കാര്യങ്ങളൊക്കെ കോമൺ ആയിരിക്കും. പക്ഷേ എന്തുണ്ട്, ചിലതിലൊക്കെ അവർക്ക് ഡിഫറൻസസ് ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്. എവിടേക്കായിരിക്കും വ്യത്യാസം? എക്കണോമിക് അച്ചീവ്മെൻറ്റ്സിലും കൾച്ചേഴ്സിലൊക്കെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഒരു കൺട്രിയിലെ കൾച്ചർ ആയിരിക്കില്ല വേറൊരു കൺട്രിയിൽ. അങ്ങനെ എക്കണോമിക് അച്ചീവ്മെൻറ്റ്സും, അതായത് എക്കണോമിക് ആയിട്ടുള്ള എത്രത്തോളം സാമ്പത്തിക വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. കൾച്ചറുകളും ഡിഫറെൻ്റ് ആയിരിക്കും. Clearly, what may be achieved or not achieved under each of these democracies will be very different. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഓരോ കൺട്രീസിനും ഓരോ ടൈപ്പാണ് ഈ പറയുന്ന എക്കണോമിക് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സും അതുപോലെ തന്നെ കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ അവർ ഇൻട്രസ്റ്റ് ഇൻ ആൻഡ് ഫാക്സിനേഷൻ ഫോർ ഡെമോക്രസി ഓഫൻ pushes us to taking a position that democracy can address all socio-economic and political problems. അപ്പോൾ ഡെമോക്രസിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എല്ലാവിധ ഈ സാമ്പത്തിക പ്രശ്നങ്ങളും പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെമോക്രസീനെ കൊള്ളൂല, അത് പറ്റില്ല, ഇന്ന റൂളേഴ്സ് ശരിയല്ല, അല്ലെങ്കിൽ ഇന്ന മിനിസ്റ്റേഴ്സ് ശരിയല്ല, ഇവർ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്നൊക്കെ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് thinking carefully about the outcomes of democracy is to recognize that democracy is just form of a government. It can only create conditions for achieving something. The citizens have to take advantage of those conditions and achieve those goals. Okay, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഒരു ഫോം ഓഫ് ഗവൺമെൻറ് മാത്രമാണ്. അപ്പോൾ അതിനെന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളും കണ്ടീഷൻസൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിറ്റിസൻസാണ്. സിറ്റിസൻസ് എന്ത് ചെയ്യണം? അവരുടേതായിട്ടുള്ള കണ്ടീഷൻസ്, അവരുടെ ഈ ഡെമോക്രസിയുടെ ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യാനുള്ള ഒരു വേ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, ലെറ്റ് us examine some of the things we can reasonably accept from democracy and examine the record of democracy. Okay, let us examine. Accountable, responsive and legitimate government. Okay, there are some things that the government must provide. ഒരു ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഗവൺമെൻറ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം? ഓരോ ആളുകൾക്കും അല്ലെങ്കിൽ ഓരോ റൂളേഴ്സിനും അവരുടേതായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ചും പീപ്പിളിനെ ആ റൂളേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. ഓക്കെ, whenever possible and necessary, citizens should be able to participate in decision making that affects them all. അപ്പോൾ എപ്പോഴൊക്കെയാണ് അവസരം ഉണ്ടാവുന്നത്? ആ സമയത്തൊക്കെ സിറ്റിസൻസിന് ആ ഡിസിഷൻ മേക്കിങ്ങിന് ഇൻക്ലൂഡ് ചെയ്യാനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ അതിൽ റൈറ്റ് ഉണ്ട്. Therefore, ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള the most basic outcome of democracy should be that it produces a government that is accountable to citizens and responsive to the needs and expectation of the citizens. എന്ന് വെച്ചാൽ ഡെമോക്രസി എന്ത് ചെയ്യണം? ഒരു ഗവൺമെൻറ്റിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആയിട്ടുള്ള അക്കൗണ്ടബിൾ, അതിനകത്തുള്ള സിറ്റിസൻസിനെയൊക്കെ എന്ത് ചെയ്യണം? അവരുടെ ആവശ്യങ്ങളും എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകണം അല്ലേ. ഇതാണ് ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. ബിഫോർ വി ഗോ ടു ദിസ് ക്വസ്റ്റ്യൻസ് വി ഫേസ് അനദർ കോമൺ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മുന്നേ, അതായത് ഈ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പോസിബിൾ ഡെമോക്രസി ആണല്ലോ, അതിൻ്റെയൊക്കെ മുന്നേ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊക്കെ എഫിഷ്യൻ്റ് ആണോ? ഈ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എഫിഷ്യൻ്റ് ആണോ അല്ലേ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത് ഇത്രയും എഫക്റ്റീവ് ആണോ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആണോ എന്നൊക്കെ? പക്ഷേ ഒരു കാര്യമുണ്ട്, സം പീപ്പിൾ തിങ്ക് ദാറ്റ് ഡെമോക്രസി പ്രൊഡ്യൂസേഴ്സ് ലെസ് എഫക്റ്റീവ് ഗവൺമെൻറ്. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഡെമോക്രസി കുറച്ച് അത്ര എഫക്റ്റീവ് ഒന്നും അല്ല. എങ്ങനെയാണ്? ശരിയാണ്, അത്ര എഫക്റ്റീവ് ഒന്നുമല്ല. നമ്മൾ നോൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റൂളേഴ്സിനൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവർക്ക് ബാക്കിയുള്ള, അതായത് പീപ്പിൾസിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇവരുടെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ ആ മന്ത്രിമാരോ മിനിസ്റ്റേഴ്സോ സോൾജിയേഴ്സോ ആരാണോ ഭരിക്കുന്നത് അവരെന്നെ ഉണ്ടാക്കുന്നത്. സോ ദേ ക്യാൻ ബി വെരി ക്വിക്ക് ആൻഡ് എഫിഷ്യൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഈ കിങ്ങൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിസിഷൻ ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്തിട്ട് എഫിഷ്യൻറ്റ് മേക്ക് ചെയ്തിട്ട്
സമയത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യും, ഇന്ന ലോസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. പക്ഷേ ഡെമോക്രസിക്ക് അത് പറ്റുമോ? ഇല്ല. ഡെമോക്രസിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് ഡെലിബറേഷൻ ആൻഡ് നെഗോസിയേഷൻ. ഒരുപാട് ചർച്ചകളും മീറ്റിങ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ് ഡെമോക്രസിക്ക് ഒരു ഐഡിയ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മളെ പീപ്പിളിനോടും കാര്യങ്ങളോടൊക്കെ ചോദിച്ചിട്ടൊക്കെ അല്ലേ നമുക്കൊരു ഡെമോക്രസിക്ക് ഒരു ഡിസിഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ, ഇത് കുറച്ചും കൂടെ ലെസ് എഫക്റ്റീവാണ്, കുറച്ചും കൂടെ സ്പോണ്ടേനിയസ് അല്ല, അതായത് പെട്ടെന്നൊന്നും നടക്കാത്ത ഒരു കാര്യമാണ് ഈ ഡെമോക്രസിയുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ. ഓക്കെ, ലെറ്റ് us think in terms of cost. Imagine a government that may take decision very fast, but it may take a decision that are not accepted by the people and may therefore face problems. സപ്പോസ് ഡെമോക്രസി എന്ത് ചെയ്യാണ്, പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുകയാണ്, അത് പീപ്പിളിനോടും പീപ്പിളിനോടും അവിടുത്തെ ആൾക്കാരോടൊന്നും ചോദിക്കാതെ ഒരു പെട്ടെന്ന് ഡിസിഷൻ ഉണ്ടാക്കുകയാണ്. ഒബ്വിയസ്ലി എന്താകും, ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. എല്ലാ പീപ്പിൾസും ഈ ഒരു ഡിസിഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ നേരെ ചിന്തിച്ച് നോക്കൂ, നിങ്ങളിപ്പോൾ ഒരു ഗവൺമെൻറ് ഉണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, പീപ്പിളിനോടും ഡിസിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതിൻ്റേതായിട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അവർ ഫോളോ ചെയ്തു. എന്നിട്ട് കുറേ ആൾക്കാർ അതിന് ശേഷം പീപ്പിളൊക്കെ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവായിരിക്കും. സോ ദ കോസ്റ്റ് ഓഫ് ടൈം ദാറ്റ് ഡെമോക്രസി പേസ് ഇസ് പെർഹാപ്സ് വർത്ത് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഇത്രയും ടൈം എടുത്താൽ പോലും ഡെമോക്രസിക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഫ്രം ദിസ് ലാസ്റ്റ്, ഈ സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ലാസ്റ്റ് പാരഗ്രാഫിൽ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. Now look at the other side. വേറൊരു സൈഡ് നോക്കാം. ഓക്കെ, ഡെമോക്രസി ensures that the decision making will be based on norms and procedures. So a citizen who want to know if a decision was taken through the correct procedures can find this out. She has the right and means to examine the process of decision making. This is known as transparency. അപ്പോൾ ഒരു ഡെമോക്രസിക്ക് ഡിസിഷൻ മേക്കിംഗ് എൻഷുർ ചെയ്യാൻ കഴിയും. അത് മെയിൻലി ബേസ്ഡ് ഓൺ എന്താണ്, ഓരോ മാനദണ്ഡങ്ങളും ഒരുപാട് പ്രൊസീജിയറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മാത്രമേ അവർക്ക് ഡിസിഷൻ എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു സിറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ സിറ്റീസൻസിന് അതായത് ഡിസിഷൻ ഇവരെടുത്ത് കറക്റ്റാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസിഷൻ എടുത്തത് നോക്കാൻ വേണ്ടിയിട്ട് സിറ്റിസൻസിന് എന്ത് ചെയ്യാൻ പറ്റും, സിറ്റിസൻസിന് അവരുടേതായിട്ടുള്ള അവർക്ക് വേണമെങ്കിൽ ഈ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി എക്സാമിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അതിനുള്ള അവകാശം ഡിസിഷൻ മേക്കിംഗ് ചെയ്തതിന് നോക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്, സിറ്റിസൻസിനുണ്ട്. സോ ദിസ് ഈസ് നോൺ ആസ് ട്രാൻസ്പെറൻസി. ഇതിനെയാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. This factor is often missing from a non-democratic government. Therefore, when we are trying to find out the outcomes of a democracy, it is right to expect the democracy to produce a government that follows the procedures and it is accountable to people. Okay? അപ്പോൾ ഇതാണ് നോൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റുമായിട്ടുള്ളൊരു വ്യത്യാസം. നമുക്ക് റൈറ്റ് ടു ഏത് ഡിസിഷൻ മേക്കിംഗ് ചെയ്താൽ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ നമുക്കത് നോക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ നോൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആണെങ്കിൽ അതിനുള്ളൊന്നും അവകാശം നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ദ റൈറ്റ് ടു എക്സ്പെക്ട് ദ ഡെമോക്രസി ടു പ്രൊഡ്യൂസ് എ ഗവൺമെൻറ് ദാറ്റ് ഫോളോസ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് അക്കൗണ്ടബിൾ ടു പീപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ അക്കൗണ്ട് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഓൾസോ എക്സ്പെക്ട് ദാറ്റ് ദ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഡെവലപ്സ് mechanisms for citizens to hold the government accountable and the mechanism for citizens to take part in decision making whenever they think fit. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പീപ്പിളിന് എപ്പോഴാണോ ഇങ്ങനത്തെ ഒരു ഡിസിഷനും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അക്കൗണ്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. If you wanted to measure democracies on the basis of this expected outcome, you would look for the following practices and institutions. ഇപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണ് ഡെമോക്രസിയുടെ ഔട്ട്കംസ് ഒക്കെ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് നോക്കണം എന്നൊക്കെ, മെഷർ ചെയ്ത് നോക്കണം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റെഗുലറായിട്ട് ഫ്രീ ആയി നടത്തുന്ന ഫെയർ ഇലക്ഷൻസ് നോക്കുക. അതുപോലെ തന്നെ പബ്ലിക് ഡിബേറ്റുകൾ, അതായത് മേജർ പോളിസീസ് നടത്തുന്ന പബ്ലിക് ഡിബേറ്റുകൾ നോക്കുക. അതുപോലെ തന്നെ സിറ്റിസൻസിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്ന ഗവൺമെൻറ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഔട്ട്കംസ് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ദ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ഡെമോക്രസി ഷോസ് എ മിക്സ്ഡ് റെക്കോർഡ് ഓൺ ദിസ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കൂടി ഒരു മിക്സ്ഡ് ഫോമാണ് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് പെർഫോമൻസ് എടുത്താൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ ഡെമോക്രസീസിൽ എന്താണ് കുറച്ചും കൂടെ സക്സസ് ആണ്, മറ്റേ കമ്പയർ ടു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടെ സക്സസ് ആണ്. ബട്ട് മോസ്റ്റ് ഡെമോക്രസീസ് ഫോൾ ഷോർട്ട് ഓഫ് ഇലക്ഷൻസ് ദാൻ പ്രൊവൈഡ് എ ഫെയർ ചാൻസ് ടു എവറി വൺ ആൻഡ് ഇൻ സബ്ജക്റ്റിംഗ് എവറി ഡിസിഷൻ ടു
പബ്ലിക് ഡിബേറ്റ്. ഓക്കെ, അപ്പം എപ്പോഴും ഇങ്ങനെ പറയുന്ന ഇലക്ഷൻസിലും കാര്യങ്ങൾക്കൊക്കെ ഒരു ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നടക്കുക. ചില സമയത്ത് പീപ്പിളിൻ്റെ പബ്ലിക് ഡിസിഷൻസിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ആയിരിക്കില്ല ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ, ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഡു നോട്ട് ഹാവ് എ വെരി ഗുഡ് റെക്കോർഡ്. അപ്പോൾ അത്രയ്ക്ക് നല്ല റെക്കോർഡൊന്നും അല്ല ഉള്ളത്. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ അവർ പറയുന്ന പോലെ തന്നെ പബ്ലിക് ഡിബേറ്റിലുള്ള ഓരോ ഡിസിഷനും സബ്ജക്റ്റ് ചെയ്യില്ല, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഫെയർ ചാൻസ് കൊടുക്കില്ല ഇലക്ഷൻ്റെ സമയത്തൊക്കെ. അപ്പോൾ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിന് ഒരു നല്ലൊരു റെക്കോർഡൊന്നും അല്ല ഉള്ളത്. പക്ഷെ എന്ത് ചെയ്യാണ്ട് അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യില്ല. മെയിൻലി എന്താണ് നടക്കുന്ന കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യില്ല സിറ്റിസൻസിനായിട്ടൊക്കെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഭരണ സ്ഥലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആരായിരുന്നു, ഈ ഡിക്റ്റേറ്റർഷിപ്പ് ആയിരുന്നു അല്ലേ. അതായത് നോൺ ഡെമോക്രാറ്റിക് റെജീമായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ എന്ന് നോക്കാം. ചില സ്ഥലത്ത് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എപ്പോഴും നല്ലതായിരിക്കില്ല. നമ്മൾ പറഞ്ഞു, എപ്പോഴും പീപ്പിൾസിൻ്റെ ഡിമാൻഡ്സ് ഒന്നും ഫോളോ ചെയ്യില്ല. ചില സമയത്ത് എപ്പോഴും ഫ്രീ ആവില്ല, കറപ്ഷൻ അഴിമതിയിൽ ഫ്രീ ആവില്ല. ഓക്കെ, അപ്പോൾ ദ നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ഇറ്റ് ഈസ് ലാസ്റ്റ്ലി ഫ്രീ ഓഫ് കറപ്ഷൻ. അപ്പോൾ ഈ രണ്ട് കേസിലും ഡെമോക്രാറ്റിക് ഗവൺമെൻറ് അത്ര ഇമ്പ്രസീവ് അല്ല. കാരണം എപ്പോഴും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പീപ്പിളിൻ്റെ നീഡ്സ് ആൻഡ് അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല. ചില സമയത്ത് അവരുടെ ഡിമാൻഡ് പോലും ഈ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഇഗ്നോർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഓരോ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും കറപ്ഷനെ പറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പ്രാക്ടീസസിനൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇവരത്ര നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഇതിനെക്കാണെങ്കിൽ കുറച്ചും കൂടെ ലെസ് കറപ്റ്റ് ആയിരുന്നു. അത് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിരുന്നു പീപ്പിളുടെ കാര്യത്തിലൊക്കെ. ഓക്കെ, ദർ ഈസ് വൺ റെസ്പെക്ട് ഇൻ വിച്ച് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഇസ് സർട്ടൻലി ബെറ്റർ ദാൻ ഇറ്റ്സ് ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഡെമോക്രാറ്റിക് ഗവൺമെൻറ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, ഗവൺമെൻറ് എടുക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്ലോ ആയിരിക്കും, ലെസ് എഫിഷ്യൻ്റ് ആയിരിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ലൊരു റെസ്പോൺസ് ഒന്നും തരാൻ പറ്റില്ല. പക്ഷേ പീപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമല്ലോ. സോ ബട്ട് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഈസ് പീപ്പിൾസ് ഓൺ ഗവൺമെൻറ് പീപ്പിളുടെ സ്വന്തമാണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പീപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ മനസ്സിലാക്കുന്നത് വെച്ചാൽ സൗത്ത് ഏഷ്യയിൽ ഇങ്ങനെ ഓരോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെമോക്രാറ്റിക് റെജീംസും കാര്യങ്ങളൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് പീപ്പിൾ ആണ് റൂളേഴ്സിനെ എലക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരെ ഇങ്ങനെ നിയമിക്കാനുള്ള അവകാശം പീപ്പിളിന് തന്നെ ഉള്ളത്. ദേ ഓൾസോ ബിലീവ് ദാറ്റ് ഡെമോക്രസി ഈസ് സ്യൂട്ടബിൾ ഫോർ ദെയർ കൺട്രി. അപ്പോൾ സൗത്ത് ഏഷ്യയിലൊക്കെ കൂടുതലും ഡെമോക്രസിയാണ്. അപ്പോൾ ഡെമോക്രസിയാണ് കുറച്ചും കൂടെ ഏബിൾ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഡെമോക്രസിയിൽ നമ്മൾ പറഞ്ഞു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, ഇത്ര ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എത്ര എഫിഷ്യൻറ്റോ അല്ലെങ്കിൽ ലെസ് എഫിഷ്യൻറ്റോ സ്ലോ ഒക്കെ ആണെങ്കിൽ പോലും അവയ്ക്ക് എന്താ പറയുക, ഇത് പീപ്പിളുടെ സ്വന്തമായിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിനെ പോലെ ഭയക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാകും, ഈ ഒരു താഴെയുള്ള ഒരു മാപ്പ് കാണുന്നുണ്ടാവും. അത് നമ്മുടെ ഏകദേശം നമ്മുടെ കൺട്രിയും പിന്നെ അതുപോലെ ബൗണ്ടറീസിലും കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബംഗ്ലാദേശ്, ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക ഇതൊക്കെയാണല്ലോ നമ്മളെ ബൗണ്ടറീസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെമോക്രസി കുറച്ചും കൂടെ ഡിക്റ്റേറ്റർഷിപ്പാണ് കുറച്ചും കൂടെ ഈസ് പ്രിഫേർഡ് ഓവർ ഡിക്റ്റേറ്റർഷിപ്പ് എവ്രിവെയർ എക്സെപ്റ്റ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനിൽ മാത്രമാണ് ഡിക്റ്റേറ്റർഷിപ്പ് കുറച്ചും കൂടെ അവർ വോട്ട് ചെയ്യുന്നത്. ഡെമോക്രസിയാണ് ബാക്കിയുള്ള എല്ലാ നൈബറിങ് കൺട്രീസിലൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള അക്കൗണ്ടബിൾ, റെസ്പോൺസീവ് ആൻഡ് ലെജിറ്റിമേറ്റ്